ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓപ്പൺ കിച്ചണാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. അയില മീൻ കൊണ്ടുള്ള ഫിഷ് ഫ്രൈ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കുറച്ചധികം അയിലയുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണിത്. ഇതിനി നമ്മൾ നല്ലോണം വൃത്തിയാക്കിയ ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല മിക്സ് ആക്കണം. ഇനി ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇത് കുറേ മീനുള്ളതുകൊണ്ട് കുറച്ചധികം മുളക് പൊടി വേണ്ടി വരും. അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അധികം ഉപ്പായി പോവും. ഇനി അടുത്തതായി നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി എല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് മിക്സാക്കാം. ഇത് വെള്ളം നാക്കാണ്ട് തന്നെ ഇതേപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇതേപോലെ ആക്കി കൊടുക്കാം. ഇത് ഞാൻ ഒരു നാരങ്ങയാണ് പിഴിയുന്നത്. ഇത് കുറേ മീനുള്ളതുകൊണ്ട് ഒരു നാരങ്ങ മതി. കുറച്ചാണെങ്കിൽ ഒരു അരമുറി മതി. നന്നായി പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സാക്കണം. ഈ മസാലയെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെയാണ് മസാല വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ മീനും ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായി പുരട്ടി കൊടുക്കണം. ഇത് എല്ലാ സ്ഥലത്തും ആയി കൊടുക്കണം മീനിൻ്റെ. കുറേ മീനുകൾ കൊണ്ട് വലിയ പാത്രം തന്നെ എടുക്കണം. ചെറിയ പാത്രത്തിൽ നിന്ന് ഇതേപോലെ മിക്സാക്കാൻ പറ്റില്ല.
അങ്ങനെ എല്ലാ മസാലയും ഇതിലേക്ക് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ മസാലയെല്ലാം പിടിക്കുകയുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്താൽ മസാലയെല്ലാം പോയി പോകും. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് വെച്ചിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മസാലയെല്ലാം പിടിച്ച് വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാനിവിടെ നമ്മൾ അടുപ്പ് ശരിയാക്കുന്നുണ്ട്. ഇത് കല്ല് വെച്ചതിന് ശേഷം കുറച്ച് ഓലയുടെ കണ്ണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ പിടിപ്പിക്കാം. ഇതൊരു കടലാസിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ഓല വെച്ചാൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കും. ഇനി ഇത് 2-3 മടലും വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ കത്തി തുടങ്ങും. അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിച്ചു. അതിന് കുറച്ച് വിറകെല്ലാം വെച്ച് കൊടുക്കണം, എന്നാൽ പെട്ടെന്ന് തീ കെടാണ്ടിട്ടു. അധികം തീയിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അധികമായാലും പിന്നെ പെട്ടെന്ന് കരിഞ്ഞും പോവും. അതുകൊണ്ട് അധികം വേണ്ട, കുറച്ച് മട്ടരും അങ്ങനത്തെല്ലാം വെച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാന് വെച്ച് കൊടുക്കാം, ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വലുത് ഫ്രൈ പാനാണ് വെച്ചാൽ കുറേ മീനുള്ളതുകൊണ്ട് കുറച്ച് വലുത് വേണം. ഇനി ഇതൊന്ന് ചൂടായി വരണം, എന്നിട്ട് വേണം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും സാരമില്ല, കുറച്ചധികം ഉള്ളതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ വേണം. അങ്ങനെ എല്ലാം ഇനി ഇത് നന്നായി ചൂടായി വരണം ഈ വെളിച്ചെണ്ണ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടുമാണ്, തീരെ തണുപ്പൊന്നുമില്ല. നമ്മളെ വീട്ടിൻ്റെ ഒരു നേച്ചറാണിത്. ഇവിടെ കുറേ തെങ്ങും അതേപോലെ കുറച്ച് ചെടിയെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്, പുതിയ വീടായതുകൊണ്ട്. Yeah. ഇങ്ങനെ നമ്മൾ എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുഭാഗമാകണം, അതിനുശേഷം നമുക്ക് മറിച്ചിടണം. ഇതധികം കത്തിക്കണ്ട, അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോവും. ഇത് നെയ്ക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബാച്ചിലെ മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റാം. നമ്മൾ വാഴ ഇലയിലാണ് ഇത് എടുത്തു വെക്കുന്നത്.
നല്ല ഓരോന്നായി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവും. അങ്ങനെ അടുത്ത ബാച്ചിലെ മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബാച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഒരു പ്രാവശ്യത്തെ ആയിട്ട് അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും മറിച്ചിടണം കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു ഭാഗം നന്നായി ആയ ശേഷം മറിച്ചിട്ടാൽ മതി. അങ്ങനെ എല്ലാ മീനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.